വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ വീണ്ടും ഇന്നൊരു ട്രിപ്പ് പോകാൻ പോവാണ്. നമ്മളിപ്പോ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. നമ്മൾ പോകാൻ പോകുന്നത് തഞ്ചാവൂർക്കാണ്. അപ്പൊ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന ട്രെയിൻ 16188 കാരക്കൽ എക്സ്പ്രസിലാണ്. ട്രെയിൻ ഓൾറെഡി പ്ലാറ്റ്ഫോമിൽ ഒന്ന് കിടപ്പുണ്ട്. ഞാൻ ലോക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്നതാണ്. WIP 422902 അരക്കോണം ലോക്കാണ് ഇവിടെ കിടക്കുന്നത്. അത്യാവശ്യം വൃത്തിയുള്ള ലോക്കൊക്കെയാണ്. പിന്നെ അപ്പുറത്തെ ബിലാസ്പൂർ എറണാകുളം വണ്ടി കിടപ്പുണ്ട്. സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കിടപ്പുണ്ട്. നമ്മുടെ മോസ്റ്റ് ഓഫ് ട്രാവൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന എറണാകുളത്തു നിന്നാണ്. അതേപോലെ തന്നെ എറണാകുളത്തു നിന്ന് തഞ്ചാവൂർ, വേളാങ്കണ്ണിയൊക്കെ പോകാൻ പറ്റിയ ട്രെയിനാണ് കാരക്കൽ എക്സ്പ്രസ്. ഡെയിലി റണ്ണിങ് ആണ്. അത്യാവശ്യം സീറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ എനിക്ക് സീറ്റ് കൺഫേം ആയത് ഇന്നാണ്. സൈഡ് ലോറാണ് കിട്ടിയത്. ഇനി നമുക്ക് നമ്മുടെ കോച്ചിലോട്ട് പോകാം. S1 ആണ്. S1 16 ആണ് എന്റെ സീറ്റ് വരുന്നത്. 16 or 15 ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ കോച്ചിലോട്ട് പോവാന്ന് വെച്ചാൽ ഇപ്പൊ 9:30 കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ നേരത്തെ വന്നു ഗൈസ്. നമ്മുടെ ലോക്കൊക്കെ ഒന്ന് സ്പോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ നേരത്തെ വന്നതാണ്. ഇവിടുന്ന് തുടങ്ങുന്ന ട്രെയിൻ ആണല്ലോ. അപ്പൊ എന്തായാലും നേരത്തെ ഇവിടെ വന്ന് കിടക്കും എന്ന് എനിക്കറിയാം. സോ ഞാൻ നേരത്തെ വന്നു. ഇനിയിപ്പോ നമുക്ക് പതുക്കെ നടന്ന് ഞാൻ എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. ഇനി ട്രെയിനിൽ കയറുക, കിടന്നുറങ്ങുക, രാവിലെ എണ്ണീക്കുക, തഞ്ചാവൂർ എത്തുക. അതാണ് എന്റെ മെയിൻ മോട്ടീവ്. അതേപോലെ എറണാകുളം ടു തഞ്ചാവൂരുള്ള ഫുൾ ഗൈഡ് ഈ വീഡിയോയിൽ ഉണ്ടാവും. അതേപോലെ തന്നെ തഞ്ചാവൂരിൽ എവിടേക്കാണ് പോകേണ്ടത്, എവിടേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ള എല്ലാ ഗൈഡൻസും ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും. അപ്പൊ ലാസ്റ്റ് വരെ കാണാൻ മറക്കല്ലേ. ഇതാണ് നമ്മുടെ കോച്ച് S1 വരുന്നത്. നമ്മുടെ സീറ്റ് നമ്പർ 15 ആണ്. അത്യാവശ്യം പഴയ കോച്ചാണ് ഗൈസ്. ഞാൻ എഞ്ചിൻ കാണാൻ പോയപ്പം S13 ഒക്കെ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഓക്കെ കുറച്ച് പുതിയതായിരിക്കും. പക്ഷേ നമുക്ക് ലക്ക് കൂടുതലായതുകൊണ്ട് നമുക്ക് കിട്ടിയ കോച്ച് കുറച്ച് പഴക്കമുള്ള കോച്ചാണ്. പക്ഷെ കുഴപ്പമില്ല. രാവിലെ നമ്മൾ എത്തുന്നതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താൽ കഴിയില്ലല്ലോ. നാളെ ഒരു 9 മണിക്ക് ആകുമ്പോഴത്തേക്കും നമ്മൾ തഞ്ചാവൂർ എത്തും. ഇനിയിപ്പോ നൈറ്റ് ഒന്നും കാണിക്കാനായിട്ടില്ല. ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഓൾറെഡി വന്നത്. അപ്പൊ നൈറ്റ് കാണിക്കാനായിട്ടൊന്നും ഇല്ല. എന്നാലും കിടക്കുന്നതിന് മുമ്പ് ഞാനൊരു വീഡിയോ എടുത്തിട്ട് നാളെ രാവിലെ നേരത്തെ എണീക്കാൻ നോക്കാം. നേരത്തെ എണീറ്റിട്ട് നമുക്ക് തഞ്ചാവൂരിൽ പോകുന്ന വഴിയിലുള്ള തമിഴ്നാട്ടിലെ വിശേഷങ്ങൾ കാണാം. അങ്ങനെ നമ്മുടെ കാരക്കൽ എക്സ്പ്രസ് ഡേ നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് എടുത്തു. നമ്മള് ട്രെയിൻ വിട്ടു പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ട്രാവൽ ചെയ്യാൻ പോകുന്നത് 497 കിലോമീറ്റർ ആണ്. നമ്മുടെ ട്രെയിന് മുക്കിലും മൂലയിലും സ്റ്റോപ്പ് ഉണ്ട് ഗൈസ്. എറണാകുളം ടൗൺ, എടപ്പള്ളി, ആലുവ, അങ്കമാലി, ചാലക്കുടി, ഇരിങ്ങാലക്കുട, തൃശ്ശൂര്, ഒറ്റപ്പാലം, പാലക്കാട്, കോയമ്പത്തൂര്, എല്ലായിടത്തും സ്റ്റോപ്പ് ഉണ്ട്. മുക്കിലും മൂലയിലും സ്റ്റോപ്പ് ഉണ്ട് നമ്മുടെ ട്രെയിന്. ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പോൾ സമയം 6 മണി. നമ്മള് കൊടുകൂടി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ വ്യൂ. ട്രെയിൻ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. തിരുച്ചിറപ്പള്ളി പോർട്ടാവാറായി. ഗൈസ്, അങ്ങനെ നമ്മൾ തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലെത്തി, തിരുച്ചി ജംഗ്ഷനിലെത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് 1 മണിക്കൂറേ ഉള്ളൂ തഞ്ചാവൂർക്ക്. ഇവിടെ ഒരു 10 മിനിറ്റ് ഹോൾട്ട് ഉണ്ട്. എഞ്ചിനൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട്. ആക്ച്വലി എനിക്കറിയില്ലായിരുന്നു എഞ്ചിൻ ചേഞ്ച് ചെയ്യുന്ന കാര്യം. അപ്പോൾ നമുക്കിനി 1 മണിക്കൂറാണ് ഇവിടുന്ന് തഞ്ചാവൂർക്കുള്ളത്. ഇപ്പം 8:24 ആയപ്പോഴത്തേനും തിരുച്ചിറപ്പള്ളി തിരുച്ചൂരിൽ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. കണ്ടോ എന്ത് വൃത്തിയുള്ള സ്റ്റേഷൻ. ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്നത്. എല്ലാം വൃത്തിയാന്ന് നോക്കിയേ. ഹലോ ഗൈസ്, ഈ പൊട്ടനെയും കൊണ്ട് ഞാൻ തഞ്ചാവൂർ എത്തിയേക്കാണ് ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ഫ്രഷ്നപ്പ് ആവാനായിട്ടുള്ള എന്തെങ്കിലും, നമ്മുടെ വണ്ടി പോയി,
നമ്മുടെ വണ്ടി പോയി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫ്രഷ്നപ്പ് എവിടെയാണ് ഫ്രഷ്നപ്പ് ആവണ്ടതെന്ന് നോക്കണം. ഫ്രഷ്നപ്പ് ആയിട്ട് വേണം നമുക്ക് വണ്ടി എടുത്തിട്ട് തഞ്ചാവൂർ കറങ്ങാൻ പോകാനായിട്ട്. ഇവിടെ കുറേ പേര് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫ്രഷ്നപ്പ് ആകാനുള്ള എല്ലാ സൗകര്യവും ഉണ്ടെന്നാണ് പറയുന്നത്. 25 രൂപയാണ് കുളിക്കുന്നതിനൊക്കെ. സോ ഇതാണ് നമ്മുടെ ടോയ്ലറ്റും. നമുക്ക് സ്റ്റേഷനകത്തൂടെയും കയറി വരാം, സ്റ്റേഷന് പുറത്തൂടെയും വരാം കേട്ടോ. സ്റ്റേഷനകത്തൂടെ ഉള്ളത് അടച്ചിട്ടേക്കുക, അതുകൊണ്ട് പുറത്തൂടാണ് ഞാൻ കറങ്ങി വന്നത്. ഒരാൾക്ക് 25 രൂപയാണ് കുളിക്കുന്നതിന്. ഓക്കെ, അപ്പം ഞാൻ പല്ലേച്ച് കുളിച്ചിട്ട് വരാം ഗൈസ്. എന്തായാലും തഞ്ചാവൂർ വന്നല്ലേ, കുറച്ച് ആർഭാടാക്കാന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ കോലം കെട്ടി ഇറങ്ങിയേക്കാണ് ഗൈസ്. അങ്ങനെ നമ്മൾ റെഡിയായി. ഇനി ക്ലോക്ക് റൂമിൽ കൊണ്ട്, ക്ലോക്ക് റൂം അടുത്ത് തന്നെ കേട്ടോ, അപ്പുറത്താണ് ക്ലോക്ക് റൂം. ക്ലോക്ക് റൂമിൻ്റെ പുറകുവശത്തോടെ പോകുന്നിടത്താണ് നമുക്ക് ബാത്റൂം ഒക്കെ വരുന്നത്. ജസ്റ്റ് വൺ ഡേ ആയതുകൊണ്ട് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്, അല്ലാതെ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. മറ്റേ ബോയ്സിനൊക്കെ വരുവാണെങ്കിൽ പറ്റിയൊരു സംഭവമാണ്. 25 രൂപ ഉള്ളൂ. എല്ലാവർക്കും അത്, പെൺകുട്ടികൾക്ക് അത് സെറ്റ് ആവാൻ തോന്നില്ല. ഒരു ദിവസത്തേക്കാണ് നിങ്ങൾക്ക് ഇഷ്ടം ഫ്രഷപ്പ് ആവാൻ പോകാം, അല്ലാണ്ടൊന്നും റെഡി നടക്കൂല. പക്ഷേ കുഴപ്പമില്ല, അങ്ങനല്ലേ ഹൈജീൻ്റെ പിന്നെ കുഴപ്പമില്ല, നല്ല വൃത്തിയായിട്ട് അത് നോക്കുന്നത്. സ്റ്റേഷൻ മാത്രമല്ല, ടോയ്ലറ്റ് ആണെങ്കിലും നല്ല വൃത്തിയായിട്ട് ബക്കറ്റ് വരെ വൃത്തിയാക്കി കൈ വെച്ചിട്ടുണ്ട്. 25 രൂപയാണ് പെർ ബാഗ്. 24 മണിക്കൂറിലത്തേക്ക് 25 രൂപയാണ്. അവിടെ ഒരു കൊച്ചെന്നെ നോക്കി ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലോക്ക് റൂമിൽ ബാഗ് വെച്ചിട്ട് ചെറിയ ബാഗും കൊണ്ട് നമുക്ക് പോവാം. വണ്ടി ഇവിടെ കൊണ്ടുവരും എന്നാ പറഞ്ഞത്. സാപ്പിട്ടിട്ട് കൊണ്ടുവരാൻ സെറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ സാപ്പിട്ട് കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു. എന്തായാലും വണ്ടി വരട്ടെ. അപ്പോഴത്തേക്കും ക്ലോക്ക് റൂമിൽ എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ക്ലോക്ക് റൂമിൽ ബാഗ് വെക്കാമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം. ഓക്കെ, നമ്മുടെ ഈ ചേട്ടനാണ് വണ്ടിയും കൊണ്ടുവരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അവിടെ ബാഗിങ് തന്നേര്, നീ പോയിട്ട് വാ. ബാഗിങ് തന്നേര്, ഫോണിൽ അവനെ കൊണ്ട് പോവാണ് ഗൈസ്. ബൈ. അവനെ കൊണ്ടുപോയി ഗൈസ്. വണ്ടി തരാൻ വന്ന ചേട്ടൻ അവനെ കൊണ്ടുപോയി. വണ്ടി എടുക്കാൻ പോയതാണ്. നമ്മുടെ തൊപ്പി വാപ്പ, തൊപ്പി വാപ്പ ബിരിയാണി ഉണ്ട് ഗൈസ് ഇവിടെ. ഇതാണ് ബൈക്ക് റെന്റൽ സ്ഥലം. ഗൈസ് നമ്മളങ്ങനെ വണ്ടി എടുത്തു. എന്താ കണ്ടി മൊത്തം കണ്ടി ചെയ്ത് വെച്ചേക്കുന്നുണ്ട്, ഹെൽമെറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബൃഹദീശ്വര ടെമ്പിൾ, അങ്ങനെ എന്തോ ടെമ്പിളിൽ പോയി നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. മ്യൂസിയം ആണ് ഇത്, തഞ്ചാവൂർ മ്യൂസിയം. തഞ്ചാവൂർ ജില്ലക്കാരി കച്ചേരിക്ക് വായണ്ടി മുന്താന്റെ തോട്ടക്കാരി. അത്യാവശ്യം വൃത്തിയുള്ള സ്ഥലം കേട്ടോ. മറ്റുള്ള തമിഴ്നാട് സ്ഥലങ്ങളിൽ പോയേക്കുന്നത് കണ്ടു വെച്ചിട്ട് അങ്ങനെയല്ല, അത്യാവശ്യം വൃത്തിയുള്ള സ്ഥലമാണ്. വേണ്ട കോവില്, ഹിയർ ഈസ് ദി കോവിൽ ഗൈസ്. കണ്ടാ ഇവിടെ കോള മഹാരാജാവ്, ചെട്ടിയമ്പലം. ഇവിടെ പാർക്ക് ചെയ്യാൻ തോന്നുന്നു ഗൈസ്. പതിനൊന്നാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാരിൽ ഒരാളായ രാജരാജനാണ് പെരിയകോവിൽ അല്ലെങ്കിൽ ബൃഹദീശ്വര ടെമ്പിൾ എന്ന് പറയുന്ന ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ബൃഹദീശ്വര ടെമ്പിൾ എന്നാണ് പേരെങ്കിലും തമിഴ്നാട്ടിലെല്ലാവരും പെരിയകോവിൽ എന്നാണ് ഈ ക്ഷേത്രത്തിനെ വിളിക്കുന്നത്. ഭയങ്കര ചൂട്. ഇവിടെ ക്ലോക്ക് റൂം ഉണ്ട്. അവിടെ നമ്മുടെ ചെരുപ്പൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് എവിടെയാണെന്ന് നോക്കാം.
ഓക്കെ, ഇവിടെയാണ് ക്ലോക്ക് റൂം. നമ്മൾ ബാഗും അതേപോലെ ഷൂ ഒക്കെ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം. നമ്മുടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കണം. അതെ, ചെരുപ്പില്ലാന്ന് വേണം നമ്മൾ ഇതിനകത്ത് നടക്കാനായിട്ട്. അതെ, സോ പോയി നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വരാം. 2 ജോഡി ചെപ്പൽ. ചെരുപ്പ് ഇവിടെ വെച്ച് കാണാതെ പോയാൽ തേഞ്ഞു ഗൈസ്. ഈ സാധനത്തിൽ നമ്മൾ ചെരുപ്പ് ഊരി ചെരുപ്പ് ഇതിൽ ഊരിയിട്ട് ഏതെങ്കിലും ഒരു കമ്പിയിൽ തൂക്കണം. എന്നിട്ട് ആ കമ്പി നമ്പർ ഓർത്ത് വെക്കണം. D14 നമ്മൾ നമ്മുടെ കമ്പി നമ്മൾ നമ്മുടെ ചെരുപ്പ് തൂക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ പോയി പറയണം നമ്മുടെ ചെരുപ്പ് എവിടെയാണ് നമ്മൾ തൂക്കി വെക്കുന്നത്. 2 ജോഡി. ബാഗ് എടുത്തിട്ട് പോകാതെ ബാഗൊക്കെ എടുത്തിട്ട് പോകാം. ചെരുപ്പ് വിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പോകണം. 10 രൂപയാണ് 2 ജോഡി ചെരുപ്പിന്. കണ്ടു ഗൈസ്, ഞാൻ ഈ സാധനങ്ങൾ നടക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇതിനകത്താണ് ഞാൻ ഇവിടെയൊക്കെ പോകണം എന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുന്നതിനകത്താണ്. ബൊമ്മയല്ലോ 500 സ്റ്റാർട്ടിങ്, 500, 600, 700, 800. अच्छा फिक्स्ड தானா? ஃபிக்ஸட் தான்மா. காத்துல ஆறதுனால தான் பொம்மை. இதான் ஸ்டார்டிங் சைஸ். ഓക്കെ, എവിടെ ஸ்டார்டிங் 500. നമ്മൾ ചെരുപ്പ് വെച്ച് ബൊമ്മ കൊണ്ട് ബൊമ്മയ്ക്ക് റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു. അമ്പലത്തിനകത്തായതുകൊണ്ടാവാം. പുറത്തൂടെ നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ ഒരെണ്ണം വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് ഗൈസ്. എവിടെ പോയാലും അവിടുത്തെ ഒരു എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ കയ്യിൽ ഉണ്ടാവണമല്ലോ. നോക്കാം. ഈ ഇവിടെ കൂടെ നമുക്ക് ചെരുപ്പില്ലാണ്ട് നടക്കണം. കാല് പൊള്ളുമോ എന്ന് ചോദിച്ചാൽ പൊള്ളും. ഈ ഒരു സമയം ആയതുകൊണ്ട് തന്നെ, രാവിലത്തെ സമയം ആയതുകൊണ്ട് എന്നിട്ടും കാല് വെച്ച് നടക്കാൻ പറ്റുന്നില്ല. നല്ല ചൂടുണ്ട് തറയിലൊക്കെ, പൊള്ളാൻ തുടങ്ങുന്ന പോലത്തെ ചൂട്. നോക്കാം. ഗൈസ്, നമുക്ക് ഉള്ളിൽ വീഡിയോ എടുക്കാൻ അലൗഡ് അല്ല. ചെറിയ ഷോർട്സും പിന്നെ അതേപോലെ ഫോട്ടോസൊക്കെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ക്യാമറ അലൗഡ് അല്ല. ഫോണിൽ ഫോട്ടോസ് എടുക്കാനേ പറ്റുള്ളൂ. നമുക്ക് നോക്കാം. നല്ല ചൂട്, ഒരു രക്ഷയില്ലാത്ത ചൂട്. രക്ഷയില്ലാത്ത ചൂട്. ആകെ ഭയങ്കരമായിട്ട് നടക്കാൻ ഇത്ര ദൂരം മേൽക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ കാല് പോകും. 3 കവാടങ്ങൾ കടന്നാണ് നമ്മൾ ക്ഷേത്രത്തിനകത്തോട്ട് ചെല്ലുന്നത്. ചെല്ലുമ്പോൾ തന്നെ ആദ്യം നമ്മൾ കാണുന്നത് വലിയൊരു നന്ദി ഭഗവാന്റെ വിഗ്രഹമാണ്. ഇവിടെ മൊത്തവും കല്ലിൽ കൊത്തിയേക്കുന്ന വിഗ്രഹങ്ങളും അതേപോലെ കല്ലിൽ കൊത്തിയേക്കുന്ന ശില്പങ്ങളുമാണ് ഉള്ളത്. ഈ നന്ദി ഭഗവാന്റെ വിഗ്രഹം ഒറ്റ കല്ലിൽ കൊത്തിയെടുത്തേക്കുന്നതാണെന്നാണ് വിശ്വാസം. അതേപോലെ തന്നെ ഈ വിഗ്രഹത്തിന് 16 അടി നീളവും 13 അടി ഉയരവും ഉണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുതു. നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഇവിടെ. ആക്ച്വലി ഈ അമ്പലം എന്ന് പറയുന്നത് 1000 വർഷങ്ങൾക്ക് മുമ്പ് പണിത അമ്പലമാണ്. അതേപോലെ തന്നെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജിൽ ഉൾപ്പെട്ടതാണ് ഈ ക്ഷേത്രം. ഇവിടെ ഫുള്ള് ശിവലിംഗം എന്ന് പറഞ്ഞപ്പോൾ ഇഷ്ടംപോലെ ശിവലിംഗമാണ്. ഫുള്ള് ശിവലിംഗമാണ്. വെച്ചേക്കാണ്. അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വലിയ ഭക്തരായിരുന്നു ഈ ചോള രാജാക്കന്മാർ. ശിവന്റെ ഭയങ്കര വലിയ ഭക്തരായിരുന്നു. ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ എൻ്റെ നാക്ക് പോയി ബാബ. ലൈഫിൽ ഒരു വട്ടമെങ്കിലും നമ്മൾ ഈ അമ്പലം വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഈ അമ്പലം വിസിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണെങ്കിലും തഞ്ചാവൂർ വന്നാൽ ഒരു കുഴപ്പമില്ല, വെർത്തിട്ടായിരിക്കും. ഭയങ്കര ചൂടാണ് ഗൈസ്, ഭയങ്കര നല്ല ചൂടുണ്ട് ഇവിടെ. രക്ഷയില്ല. നമ്മളിവിടുന്ന് കണ്ടു, ഇനി ഇറങ്ങുവാണ് ഇവിടുന്ന്. മറാഠ പാലസിലേക്കാണ് പോകുന്നത്. ഇതെല്ലാം കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം അമ്മാതിരി ചൂട്, എനിക്ക് ഹെൽത്തിന്റെ അമ്മാതിരി മോശമായി വരുന്നത്. പിന്നെ അടുത്ത ലൊക്കേഷൻ പോയിട്ട് കാണാം. തഞ്ചാവൂർ പാലസൊക്കെ വിട്ടോ, ഉള്ളിലോട്ട് പോട്ടെ.
ஒரு ஆளுக்கு 50 ரூபா, பார்க்கிங் 5 ரூபா போட்டு உள்ள கொண்டு போகும். 2 പേര്. നമ്മുടെ ഈ മറാത്ത പാലസിൽ ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത് സരസ്വതി മഹൽ ലൈബ്രറിയാണ്. അതിനുശേഷം നമ്മൾ ചെല്ലുന്നത് ആർട്ട് ഗാലറിയിലോട്ടാണ്. ഇവിടുത്തെ ആർട്ട് ഗാലറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പല സെഞ്ചുറീസിലുള്ള ബ്രൗൺസിന്റെ വിഗ്രഹങ്ങൾ ഇവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കല്ലിൽ കൊത്തിയ വിഗ്രഹങ്ങളും ഇവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ പല രീതിയിലും പല ഭാവത്തിലുള്ള നടരാജ വിഗ്രഹങ്ങളും കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ പാലസിൽ തന്നെ കുറച്ചുകൂടെ സ്ഥലങ്ങൾ കാണാനുണ്ടായിരുന്നു. പക്ഷെ ചൂട് കാരണം ഒരു രക്ഷയില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങേണ്ടി വന്നു. നമ്മൾ തൊപ്പിവാപ്പ ബിരിയാണിയിൽ വന്നേക്കാണ്. ആക്ച്വലി നമ്മുടെ കൊച്ചിയിൽ ഷീമാട്ടി തുടങ്ങിയിരിക്കുന്ന ഒരു ഫ്രാഞ്ചൈസിയാണ് തൊപ്പിവാപ്പ. അപ്പോൾ അവരുടെ നമ്മൾ പണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാൻ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവിടെ തഞ്ചാവൂർ സ്റ്റേഷനിൽ ഇറങ്ങി ആദ്യം കണ്ടപ്പോൾ ആദ്യം നോട്ടം പോയ തൊപ്പിവാപ്പയിലൊന്നും അതിന് ഇവിടുന്ന് കഴിക്കാതെ കൂടെ ശരിയല്ലല്ലോ. സോ തന്നെ വന്ന് കയറി സെയിം ടേസ്റ്റ്, കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് ഇവിടെ തോന്നി. തഞ്ചാവൂർ ബൊമ്മ നോക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഒരു കടയിൽ വന്നതാണ്. പ്രൈസ് ആയിരിക്കും, ചിലപ്പോൾ ഞാൻ വാങ്ങും. ഈ കട കൊള്ളാം. ഈ അച്ഛൻ എനിക്ക് 350 രൂപയാണ് ആദ്യം പറഞ്ഞത്. 300 രൂപയ്ക്ക് തരാന്നുണ്ട്. അങ്ങനെ ഞാൻ തഞ്ചാവൂർ ബൊമ്മ വാങ്ങാൻ പോയി. സ്റ്റേഷനിൽ ചോദിച്ചപ്പോൾ 1000 രൂപ. ഈ കട കറക്റ്റ് എവിടെയാണ് ഞാൻ പറയാം. ആര്യഭവൻ ഉണ്ട് സ്റ്റേഷനടുത്ത്. ശ്രീ ആര്യഭവൻ ഉണ്ട്. ആര്യഭവന് നമ്മളങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇതേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. 6:20-നാണ് ട്രെയിൻ. നമ്മൾ വന്ന ട്രെയിൻ തന്നെ. കോയിൻസിഡൻസ് എന്താന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ S1 സൈഡ് ലോവർ അത് ഏതായിരുന്നു 15-16 ആയിരുന്നു കിട്ടിയത്. തിരിച്ചു പോയപ്പോഴും S1 സെയിം ഒരു വ്യത്യാസം. സെയിം സീറ്റ്. റെന്റ് എടുത്ത പുള്ളി പറഞ്ഞത് വെള്ളി ശനി ഞായറോട് ഭയങ്കര തിരക്കായിരിക്കും, എല്ലാരും വരുന്ന സമയമാണ്, ബാക്കി ദിവസങ്ങളിലൊന്നും തിരക്കൊന്നും ഉണ്ടാവില്ലെന്നാണ്. അപ്പം വെള്ളി ശനി ഞായർ ഒഴികെ ബാക്കിയുള്ള ദിവസങ്ങളിൽ വരാൻ നോക്കുക. തിരക്കില്ലാത്ത ദിവസങ്ങളിൽ വരാൻ നോക്കുക. എല്ലാം നമുക്ക് നല്ല വൃത്തിക്ക് കാണാൻ പറ്റും. അതെ, പിന്നെ ചൂടില്ലാത്തപ്പോ വരാൻ നോക്കുക. എങ്ങനെയാ നമുക്ക് ഇവിടുത്തെ ചൂട് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് അറിഞ്ഞൂടാ. കുറയുന്നില്ലെന്നാണ് കേട്ടത്. കേരളത്തിൽ മഴയാണെങ്കിൽ ഇവിടെ മഴയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇപ്പോ മഴക്കാറാണ്. ചെറുതായിട്ട് മഴയൊന്ന് ചാറുകയും ചെയ്തത്. നമുക്കൊരു 1500-2000 രൂപയാണെങ്കിൽ സുഖമായിട്ട് ലാവിഷായിട്ട് തഞ്ചാവൂർ ചുറ്റി കറങ്ങാൻ പറ്റും. നമുക്ക് ട്രെയിൻ ടിക്കറ്റ് എറണാകുളം ടു തഞ്ചാവൂർ 300 രൂപയാണ് ആയത് ഒരാൾക്ക്. അപ്പം സ്ലീപ്പറിനാണ്. അപ്പം ഇവിടുന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും കൂടെ 600 രൂപയാവും. പിന്നെ വണ്ടി റെന്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് വണ്ടി റെന്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അല്ലാതെ ഈ ചൂടത്ത് നമ്മൾ ബസ് കയറിയാണെങ്കിലും അടുത്തടുത്താണ് സ്ഥലങ്ങൾ. 1.8 കിലോമീറ്റർ 1.6 കിലോമീറ്റർ അത്രയൊക്കെ ഉള്ളൂ സ്ഥലങ്ങൾ. എന്നാലും ഷെയർ ഓട്ടോ അല്ലെങ്കിൽ ബസ് പിടിച്ച് പോകുന്നതിലും വണ്ടി റെന്റ് എടുക്കുന്നത് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്, ബെറ്റർ ഓപ്ഷനാണ്. കാരണം നമ്മുടെ സൗകര്യത്തിന് നമുക്ക് പോയി വരാനൊക്കെ പറ്റും. പിന്നെ വണ്ടിക്ക് റെന്റൽ പ്രൈസ് ആവുന്നത് 500 രൂപയാണ്. ഈ സീസൺ ടൈമിൽ എത്രയാണെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പം 500 രൂപയാണ്.
പിന്നെ അതിനകത്ത് കൂടിപ്പോയാൽ 100 അല്ലെങ്കിൽ 150 രൂപയ്ക്ക് അടിക്കേണ്ട ആവശ്യമില്ല, അത്രയും പെട്രോളിൻ്റെ ആവശ്യമേ വരുള്ളൂ. പിന്നെ നമ്മുടെ ഫുഡിൻ്റെ എക്സ്പെൻസ് മാത്രമേ ആവുന്നുള്ളൂ. ഫുഡിൻ്റെ കൂട്ടത്തിൽ എൻട്രി ഫീസസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം മറാഠ പാലസിൽ പോയപ്പോൾ അവിടെ ഒരാൾക്ക് 50 രൂപ വെച്ചിട്ടായി. പിന്നെ അതിനകത്ത് ദർബാർ ഹോളിലൊക്കെ കയറണമെങ്കിൽ ഒരാൾക്ക് 5 രൂപ 10 രൂപ അങ്ങനെ എന്തോ വെച്ചിട്ട് കൊടുക്കണം. വലിയൊരു ചാർജ് അല്ല അത്. നമുക്ക് ഈ പറഞ്ഞതിനകത്ത് ഈ ബഡ്ജറ്റിനകത്ത് നിൽക്കുന്ന എന്താ പറയുക, വലിയ രീതിയിൽ എക്സ്പെൻസ് ഇല്ലാണ്ട് നമുക്ക് പോയിട്ട് വരാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം ഇത്. യെസ്, ഓഫ് കോഴ്സ്. അതേപോലെ ക്യാമറ അല്ലെങ്കിൽ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 50 രൂപ കൊടുക്കണം. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അമ്പലത്തിനകത്ത്, നമ്മുടെ പെരിയ കോവിലിനകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്തായാലും ഒരു 1500-2000 ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് തഞ്ചാവൂർ വന്ന് പോകാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിക്കുള്ള വെയിറ്റിംഗിലാണ്. പ്ലാറ്റ്ഫോം നമ്പർ 3 വണ്ടി വരുന്നത്. നമ്മളിവിടെ വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 3 വന്നിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ ട്രെയിൻ വരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നമ്മുടെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടി വരുന്നവരെ നമുക്ക് ഇവിടെ ഇരിക്കാം. നമ്മളിപ്പം S1 വരുന്ന കോച്ച് പൊസിഷനിൽ നമ്മൾ വന്നിരിക്കുകയാണ്. ഇവിടെ നേരത്തെ അധികം ട്രെയിൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടാവാം എഴുതി കാണിക്കുന്നുണ്ട്, ഇപ്പോഴും എഴുതി കാണിക്കുന്നുണ്ട് ഏത് പ്ലാറ്റ്ഫോമിലാണ്. അവിടെ അധികം ട്രെയിൻസ് ഇല്ല, ആകെ 4 ട്രെയിൻ, വേളാങ്കണ്ണി, പിന്നെ അതുപോലെ ഇപ്പം കാരക്കൽ, പിന്നെ വേറെ രണ്ട് ട്രെയിനുണ്ട്. അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രെയിൻ ഇതിലെ പോകുന്നത്. പിന്നെ ഈ സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റേ ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ട സമയത്ത് വന്നൊരു സ്റ്റേഷനാണിത്. അവർക്ക് മറ്റേ ഗുഡ്സ്, മറ്റേ അരിയും അതുപോലെ തന്നെ ഉപ്പ്, അതെ, അങ്ങനത്തെ ഗുഡ്സ് അവർക്ക് പോർട്ടിലോട്ട് ഗുഡ്സ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി. അന്നത്തെ കാലത്ത് ഇത് മീറ്റർ ഗേജ് ആയിരുന്നു. പിന്നെ മറ്റേ ഗേജ് മാറി മറ്റേ ഇപ്പോഴത്തെ ഇതിലോട്ട് മാറിയ സമയത്ത് കൺവേർട്ട് ചെയ്തൊരു സ്റ്റേഷനോടായത്. ആക്ച്വലി ഇതിനൊരു ഹിസ്റ്ററി ഉണ്ട് പറയാൻ. ഇവിടുത്തെ ഈ കാണുന്ന സ്ഥലങ്ങൾ മറ്റേ എന്താ പറയുക, പഴയ ആ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയേക്കുന്നത്. ആ ഒരു കുറേ സാധനങ്ങൾ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷെ നമ്മൾ കണ്ടില്ല. എന്താ പറയുക, ഈ സ്റ്റേഷനും ഈ സ്ഥലത്തിനെ കൂടെ തന്നെ ഒരു പ്രത്യേകത ഉണ്ട്, ഒരു വൈബ് ഉണ്ട് ഇവിടെ ഇരിക്കാനായിട്ടാണ്. ഭയങ്കര വൈബ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇപ്പൊ മഴ പെയ്തോട്ടോ. അപ്പൊ ഇവിടുന്ന് മറ്റേ തിരുച്ചിറപ്പള്ളി അതുകൊണ്ട് മധുരയ്ക്കൊക്കെ പോകാനായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഇതാണ്. കൊള്ളാം, എന്തായാലും നല്ല നല്ല വൈബുള്ള സ്റ്റേഷനായത്. ഇവിടെ വരുമ്പോൾ മനസ്സിലാവും ആൾക്കാർ. നമുക്ക് എത്രത്തോളം പറഞ്ഞാൽ അത് ആൾക്കാർക്ക് കിട്ടുമെന്ന് അറിയില്ല, പക്ഷെ കൊള്ളാം, അടിപൊളിയാണ്. ഗായ്സ്, അങ്ങനെ നമ്മുടെ തഞ്ചാവൂർ വീട് നമ്മൾ എൻജോയ് ചെയ്യാണ്. നമ്മൾ ട്രെയിൻ വരാറായി. ഇനിയിപ്പോൾ ട്രെയിനിൽ കാരണം ഇപ്പം 6:30 ആയി ഓൾറെഡി. ട്രെയിൻ ഇച്ചിരി ലേറ്റ് ആണ്. ട്രെയിൻ വരിക, കയറുക, കഴിക്കാനായിട്ട് നമ്മൾ ഇടിയപ്പവും പൊറോട്ടയും വാങ്ങിയിട്ടുണ്ട്. ഇവിടെ സ്റ്റേഷനിൽ തന്നെ വാങ്ങിയിട്ട് അപ്പം കഴിക്കുക, കിടന്നിറങ്ങുക. ഇനി അതായിരിക്കും നമ്മുടെ ലക്ഷ്യം. അപ്പോൾ പറ്റുന്നവരെല്ലാവരും എങ്ങനെയും സമയം കണ്ടെത്തി, വലിയ പൈസ ചെലവൊന്നും ഇല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, നല്ല കിഡിൽ എക്സ്പീരിയൻസ് ആയിരിക്കും. വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ കുറച്ച് യുണീക്ക് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും വരുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.